ക്വസ്റ്റ്യൻ നമ്പർ 24 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്ഷൻ ഡി സി വിജിൽ 25 ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. അതിൽ ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. അതായത് യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോജം, 2 സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം. ക്വസ്റ്റ്യൻ നമ്പർ 26 നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി കിരൺ റിജിജു. 27ാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏത്? ഓപ്ഷൻ ബി 2, 3 ശരിയായത്. അതായത് ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. അതിലെല്ലാം ചെയ്യണം. അഴിമതി നിയന്ത്രിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ഓക്കെ. 29ാമത്തെ ക്വസ്റ്റ്യൻ ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഓപ്ഷൻ എ ഫെബ്രുവരി 2. 30ാമത്തെ ക്വസ്റ്റ്യൻ കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ ബി വി ശിവൻകുട്ടി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? ഓപ്ഷൻ എ 9. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരാണ്? ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 34ാമത്തെ ക്വസ്റ്റ്യൻ 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ഓപ്ഷൻ ബി എൻ എസ് മാധവൻ. 34ാമത്തെ ക്വസ്റ്റ്യൻ പല്ലിന്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. അതിൽ ഓപ്ഷൻ ബി 3ഉം 4ഉമാണ് ശരി. സിമന്റം പല്ലിന്റെ അതായത് പൾപ്പ് ക്യാപിറ്റി പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. 4 സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജന കല. ഓക്കെ. അടുത്ത 35 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റിസെക്റ്റിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ജീവകം ഇ. താങ്ക് യു.